എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം വായിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും സാഹസം എൻ്റെ കൈകളിൽ ഇല്ല എന്ന പദമാണ്. 16-ാം വാക്യത്തിൽ ക്രിസ്തീയ ജീവിതയാത്രയുടെ ദുഃഖപൂർണമായ യാത്രയാണ്. തോരാത്ത കണ്ണീരും അടങ്ങാത്ത സങ്കടങ്ങളും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോകുന്നതായി ഭക്തൻ പറയുകയാണ്. താൽക്കാലിക രക്ഷയ്ക്കു വേണ്ടി, താൽക്കാലിക കയ്യടിക്കു വേണ്ടി, താൽക്കാലിക നന്മയ്ക്കു വേണ്ടി ഞാൻ സാഹസം പ്രവർത്തിക്കുന്നതായ വ്യക്തിയല്ല. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നിൽക്കുകയും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ഒരു ജീവിതം നടത്തുവാനാണ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്നതായ ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് തൻ്റെ വസ്ത്രമഴിച്ച് തന്നെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയിരിക്കുന്നതായ പശ്ചാത്തലമാണ്. ആ വഴിയിലൂടെ ഒരു പുരോഹിതനും ഒരു ലേവ്യനും കടന്നുപോയി. അവർക്ക് ആ വഴിത്താരയിൽ കിടക്കുന്ന അർത്ഥപ്രാണനായ മനുഷ്യനെ ഒന്ന് സംരക്ഷിക്കുവാൻ, ഒന്ന് രക്ഷിക്കുവാൻ കടപ്പെട്ടവരായിരുന്നെങ്കിലും അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ച്, അവരിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് വികലമായ ചിന്തയോടുകൂടി അവർ മുൻപോട്ട് പോകുമ്പോൾ ആ വഴിയായി ഒരു ശമരിയക്കാരൻ കടന്നു വരികയാണ്. താൻ എന്താണ് ചെയ്തത്? താൻ കടന്നു വരുന്നതായി വഴിയിൽ കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് താൻ അവിടെ നിന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞുമൊക്കെ ആ മനുഷ്യന് നൽകി വാഹനമൃഗത്തെ അവനെ കയറ്റിക്കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. ഞാൻ എന്താണ് പറയുവാൻ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെങ്കിൽ പുരോഹിതനും ലേവ്യനും കടന്നു വന്നതുപോലെ ഏതോ അത്യാവശ്യ യാത്രയിൽ വന്ന ഒരു വ്യക്തി തന്നെയാണ് ശമരിയക്കാരനും. എന്നാൽ തൻ്റെ മുൻപിലുള്ള ആവശ്യങ്ങളെല്ലാം വിട്ട് തൻ്റെ നഷ്ടങ്ങളൊക്കെ മറന്ന് താൻ ചെയ്യുന്നതായ പ്രവൃത്തി ആഴമായതായി കാണുകയാണ്. ഇയ്യോബും പറയുന്നത്, കരയുവാൻ ഒരുപാട് കണ്ണുനീരുണ്ട്, നിലവിളിക്കുന്ന ശബ്ദമുണ്ട്, എന്നാലും എൻ്റെ കൈകളിൽ സാഹസമില്ല എന്നോർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഒരു ഭാഗത്ത് വേദനകളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും മറുഭാഗത്ത് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, വെയിറ്റ് ചെയ്യുവാനുള്ള മനസ്സിനോടെ ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സാഹസമില്ലാത്ത കൈകളുമായി നിറഞ്ഞ കണ്ണുകളോടെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് ഈ നാളുകളിൽ അനുഗ്രഹങ്ങളും നന്മകളും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.